ഹായ്, വെൽക്കം ടു ഇൻഫോമിക്സ് ചാനൽ. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ പോഷകസമൃദ്ധമായിട്ട് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള അവക്കാഡോ സാലഡാണ്. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടോ? പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഈ സാലഡ് കഴിക്കാൻ. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ സാലഡ് നിങ്ങളെ സഹായിക്കും. ഇനി നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റിയ ഒരു അടിപൊളി സാലഡാണ്. നമുക്കിനി എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഇത്ര മാത്രം: അവക്കാഡോ 2, ഒരു പകുതി സവാള, നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമാണെങ്കിൽ ഒരു തക്കാളി എടുക്കുക, ഇല്ലെങ്കിൽ ഒരു പകുതി തക്കാളി മതി. പിന്നെ നമുക്ക് സാലഡിന് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പും കുരുമുളക് പൊടിയും. പിന്നെ നമുക്ക് ഓപ്ഷണലായിട്ട് ഞാൻ പറയുന്നത് ബദാം, ആൽമണ്ട്സ് ഒരു ടേബിൾ സ്പൂൺ ആൽമണ്ട്സ്, പിന്നെ സൺഫ്ലവർ സീഡ്സ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ആൽമണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡ്സ് എടുക്കുക. ഇനി തിരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ സീഡ്സ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട്സ് 2 ടേബിൾ സ്പൂൺസ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് നട്ട് അലർജി അങ്ങനെയുള്ളവരൊന്നും ഇത് ഉപയോഗിക്കരുത്, അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ പകുതി സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ തക്കാളി ഞാൻ പറഞ്ഞ പോലെ ഒരു തക്കാളിയോ പകുതി തക്കാളിയോ നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി അവക്കാഡോ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂണും കൊണ്ട് ഇതിലെ കാമ്പില്ലേ, ഈ അവക്കാഡോയുടെ ഇത് പകുതിയായിട്ട് മുറിച്ചിട്ട് അതിലെ കാമ്പ് നിങ്ങൾക്ക് സ്പൂണും കൊണ്ട് അത് പ്ലേറ്റിലേക്ക് എടുക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഷേപ്പിൽ അവക്കാഡോ കിട്ടണമെങ്കിൽ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. നിങ്ങൾ കത്തി കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കത്തി കൊണ്ട് അവക്കാഡോയുടെ ഇത് പകുതി അവക്കാഡോ ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവക്കാഡോയിൽ നിങ്ങളത് കത്തി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വരയുക, ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ. എന്നിട്ട് നിങ്ങൾ സ്പൂണും കൊണ്ട് ഇങ്ങനെ ഇതായിട്ട് ഫുള്ളായിട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ അവക്കാഡോ കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇടുക. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് അവക്കാഡോയിലേക്ക് നമ്മുടെ ആൽമണ്ട്സും സൺഫ്ലവർ സീഡ്സും ഇടുക. അപ്പോൾ നമ്മുടെ സാലഡ് റെഡിയായി. വളരെ എളുപ്പമല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അവക്കാഡോ സാലഡ് എന്തുകൊണ്ടാണ് വളരെ പോഷകസമൃദ്ധമായിട്ട് സാലഡ് എന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയാം. ഒന്ന്, അത് ഹാർട്ട് ഹെൽത്തിന് സഹായിക്കും. അതായത് അവക്കാഡോ നമ്മുടെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ വേണ്ടിയിട്ടും HDL കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും LDLനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. 2, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലാണ്. അതായത് ഈ അവക്കാഡോ റിസർച്ചസ് എല്ലാം പ്രൂവ് ചെയ്തിരിക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്കാഡോ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളത്, അതായത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ ഈ അവക്കാഡോ കഴിക്കുന്നത് കൊണ്ട് അത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും എന്ന് പറയുന്നത്. പിന്നെ വെയിറ്റ് കൺട്രോളിന് സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മളിത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഫുൾനെസ് ഫീൽ കിട്ടും. അപ്പോൾ അതെല്ലാം നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി ഈ അവക്കാഡോ സാലഡ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു നോക്കാം. ബെറ്റർ ഡൈജഷൻ, ഇതിന് നല്ല ദഹനത്തിന് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നന്നായിട്ട് നാര് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വയറ്റിൽ നിന്നൊക്കെ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ ഗട്ട് ഹെൽത്തിനും ഈ അവക്കാഡോസ് നമ്മളെ സഹായിക്കും. പിന്നെ നല്ല കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ലൂട്ടീൻ, അതുപോലെ സിയാസാൻഡിൻ, അത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ പല കണ്ണിൻ്റെ അസുഖങ്ങൾ തടയാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് തിമിരം പോലെയുള്ള അസുഖങ്ങൾ തടയാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും എന്നാണ് പറയുന്നത്. പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന്,
നിങ്ങൾ അവക്കാഡോ നിങ്ങൾ കുറച്ച് ദിവസം ഇതുപോലെ കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് ആൻഡ് റേഡിയൻ്റ് ആയിട്ട് വരും. ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, നല്ല വ്യത്യാസം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവക്കാഡോ നമ്മളെപ്പോഴും ഒരു മോഡറേറ്റ് എമൗണ്ടിൽ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. കാരണം ഇതിനകത്ത് ഫാറ്റൊക്കെ അടങ്ങിയിട്ട് ഉള്ളത് കൊണ്ട്, കാര്യം ഹെൽത്തി ഫാറ്റ് ആണെങ്കിലും അതിനകത്ത് അടങ്ങിയിട്ട് ഉള്ളത് കൊണ്ട് നമ്മളത് ഒരു മോഡറേറ്റ് എമൗണ്ടിലാണ് ഇത് കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ ഹൈ കാലറീസും ഇതിനകത്ത് ഉണ്ട്. നമ്മൾ സാലഡിലിടുന്ന ആൽമണ്ട്സും സൺഫ്ലവർ സീഡ്സും എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് പറയാം. നമ്മളുടെ ഈ ആൽമണ്ട്സും സൺഫ്ലവർ സീഡ്സും നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ, അതായത് LDLനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അത് ബെറ്റർ ഡൈജഷന് സഹായിക്കും. അതുപോലെ നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. പിന്നെ സൺഫ്ലവർ സീഡ്സിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ ഇ നമ്മുടെ സ്കിന്ന് വളരെ തിളങ്ങുന്ന നല്ല ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. പിന്നെ സൺഫ്ലവർ സീഡ്സിനകത്ത് സെലീനിയം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അത് തൈറോയ്ഡ് ഫങ്ഷന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവക്കാഡോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും മോഡറേറ്റ് എമൗണ്ട്സിലാണ് കഴിക്കാൻ പാടുള്ളൂ. കാരണം അത് കാലറീസ് ഉള്ളതുകൊണ്ട് അത് നമ്മൾ മോഡറേറ്റ് എമൗണ്ടിലാണ് ഇതും കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ചിലപ്പോൾ സൺഫ്ലവർ സീഡ്സിൽ ഉപ്പ് ഓൾറെഡി ആഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സാലഡിൽ ഉപ്പ് ഇടാൻ പാടുള്ളൂ. പിന്നെ അലർജി ഉള്ളവർ, നട്ട്സിന് അലർജി ഉള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്താണ് അലർജി എന്നനുസരിച്ചിട്ട് അലർജി ഇല്ലാത്ത സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ഇടാൻ പാടുള്ളൂ. പിന്നെ ഈ ആൽമണ്ട്സിൽ വളരെയധികം കാൽഷ്യം, പൊട്ടാസ്യം, വിറ്റമിൻ B2 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കിഡ്നി ഡിസീസോ അല്ലെങ്കിൽ നിങ്ങളുടെ കാൽഷ്യം ലെവൽ കൂടുതലോ പൊട്ടാസ്യം ലെവൽ കൂടുതലോ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാലഡ് വളരെ പോഷകസമൃദ്ധമാണെന്ന് പറയാനുള്ള കാരണം. നിങ്ങൾക്കും തോന്നുന്നില്ലേ? വളരെ ഒരു നല്ല ഒരു സാലഡ് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളിതെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഇവിടെ കമൻസ് ഇടണേ. അപ്പോൾ ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉള്ള വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.